തെങ്കാശി ജില്ലയിലെ സിനിമകളുടെ ലൊക്കേഷനായ സുന്ദരപാണ്ഡിപുരം എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് അന്യൻപാറയാണ്. അന്യൻപാറയിലെ ചിത്രങ്ങളാണ്. മാഞ്ഞുപോയ ചിത്രങ്ങൾ വീണ്ടും പുതുക്കി വരച്ചിരിക്കുന്നു. ഇവിടെ അന്യൻ സിനിമ മാത്രമല്ല, മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ലൊക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ റോജ എന്ന് പറയുന്നതിൻ്റെ പാർട്ട് സീനൊക്കെ ബലൂൺ സിസ്റ്റം ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത്, അന്ന് ഹെലിക്യാമില്ലാത്ത ഒരു കാലമായിരുന്നു. ഹെലിക്യാം ഇല്ലാത്തതുകൊണ്ടന്ന് ബലൂണുകൾ, ഹൈഡ്രജൻ ബലൂണുകൾ ഉപയോഗിച്ചാണ് ഏരിയൽ വ്യൂ ഒക്കെ ഷൂട്ട് ചെയ്തത്. ഈ ഭാഗമൊക്കെ റോജ സിനിമയിൽ പാട്ട് സീൻ കാണാം. അസ്തമയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാളവണ്ടി പോകുന്ന ദൃശ്യങ്ങളൊക്കെ അപ്പുറത്താണ് ചിത്രീകരിച്ചത്. അങ്ങനെ ഒരുപാട് സിനിമകൾ. എങ്കിലും ഈ അന്യൻ സിനിമയുടെ ലൊക്കേഷൻ എന്ന രീതിയിലാണ് സുന്ദരപാണ്ഡിപുരത്തെ ഈ അന്യൻപാറ എന്ന് പറയുന്ന ഭാഗം അറിയപ്പെടുന്നത്. ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. സൂര്യകാന്തി തോട്ടത്തിലേക്ക് പോകുന്നവരെല്ലാം ഇതുവഴി വന്ന് കയറിയാണ് പോകുന്നത്. ഒരു സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതാണ് തമിഴകത്തിൻ്റെ കാഴ്ചകൾ. തമിഴ്നാട്ടുകാർക്ക് സിനിമാക്കാർ ഇല്ലാതെ ഒരു ജീവിതമില്ല. അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ചിന്ന ദളപതി വിജയൻ്റെ വിജയം തന്നെ. തെങ്കാശി ജില്ലയിലെ സിനിമകളുടെ ലൊക്കേഷനായ സുന്ദരപാണ്ഡിപുരം എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് അന്യൻപാറയാണ്. അന്യൻപാറയിലെ ചിത്രങ്ങളാണ്. മാഞ്ഞുപോയ ചിത്രങ്ങൾ വീണ്ടും പുതുക്കി വരച്ചിരിക്കുന്നു. ഇവിടെ അന്യൻ സിനിമ മാത്രമല്ല, മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ലൊക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ റോജ എന്ന് പറയുന്നതിൻ്റെ പാർട്ട് സീനൊക്കെ ബലൂൺ സിസ്റ്റം ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത്, അന്ന് ഹെലിക്യാമില്ലാത്ത ഒരു കാലമായിരുന്നു. ഹെലിക്യാം ഇല്ലാത്തതുകൊണ്ടന്ന് ബലൂണുകൾ, ഹൈഡ്രജൻ ബലൂണുകൾ ഉപയോഗിച്ചാണ് ഏരിയൽ വ്യൂ ഒക്കെ ഷൂട്ട് ചെയ്തത്. ഈ ഭാഗമൊക്കെ റോജ സിനിമയിൽ പാട്ട് സീൻ കാണാം. അസ്തമയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാളവണ്ടി പോകുന്ന ദൃശ്യങ്ങളൊക്കെ അപ്പുറത്താണ് ചിത്രീകരിച്ചത്. അങ്ങനെ ഒരുപാട് സിനിമകൾ. എങ്കിലും ഈ അന്യൻ സിനിമയുടെ ലൊക്കേഷൻ എന്ന രീതിയിലാണ് സുന്ദരപാണ്ഡിപുരത്തെ ഈ അന്യൻപാറ എന്ന് പറയുന്ന ഭാഗം അറിയപ്പെടുന്നത്. ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. സൂര്യകാന്തി തോട്ടത്തിലേക്ക് പോകുന്നവരെല്ലാം ഇതുവഴി വന്ന് കയറിയാണ് പോകുന്നത്. ഒരു സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതാണ് തമിഴകത്തിൻ്റെ കാഴ്ചകൾ. തമിഴ്നാട്ടുകാർക്ക് സിനിമാക്കാർ ഇല്ലാതെ ഒരു ജീവിതമില്ല. അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ചിന്ന ദളപതി വിജയൻ്റെ വിജയം തന്നെ.